ഹായ് ഹലോ. അപ്പം നമ്മള് ഒരു ബുക്ക് ഉണ്ടാക്കി വെക്കാം. ഏ എന്ത് ബുക്കാന്ന് വെച്ചാല് എന്തും ആക്കാം. ഒരു ജേണൽ ബുക്കാക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഡയറി പോലെയൊക്കെ ആക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ ഒരു പ്രഹസനം മാത്രമാണ് കേട്ടോ. കാരണം ഒരു എന്താ പറയാ ന്യൂ ലക്സിഷൻ മേടിച്ചതായിരുന്നു. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഇത് ഒരു ഭാഗത്ത് കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഒരു ഹോൾ വീഡിയോയിൽ ഞാനിത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. സംഭവം വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു ഫോട്ടോസോ അല്ലെങ്കിൽ ഒരു വീഡിയോസോ ഒക്കെ എടുക്കാൻ കൊള്ളാം. പക്ഷേ അത് എന്താ പറയുക, അത് വെച്ചിട്ട് നമുക്കൊന്നും പണിയെടുക്കാൻ പറ്റത്തില്ല എന്നത് മാത്രം. അതെനിക്ക് ശീലമില്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ഒട്ടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഫുൾ ടൈം അത് ഒട്ടിച്ചുകൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ഒട്ടിച്ചതേ ഉള്ളൂ. അപ്പൊ തന്നെ അത് പോരുന്നുണ്ടായിരുന്നു. സംഭവം ഞാൻ ഒരു ഡബിൾ സൈഡ് ടാപ്പ് കൊണ്ടാട്ടോ ഒട്ടിച്ചത്, അല്ലാതെ ഞാൻ അതിനായിട്ടുള്ള ഗ്ലൂ കൊണ്ടൊന്നല്ല ഒട്ടിച്ചത്. അതുകൊണ്ടാണ് അത് പോയത്. സോ നമുക്കൊന്നും സെറ്റ് ആവത്തില്ല. ഏ അതുകൊണ്ട് തന്നെ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് സാധാ നോർമൽ തന്നെ മതി. അതന്നെ അടിപൊളിയല്ലേ, അല്ലേ അല്ലേ? അപ്പോൾ സംഭവം എത്രേ ഉള്ളൂ. ജസ്റ്റ് ഫെവിക്കോൾ കൊണ്ട് മാത്രമേ ഉള്ളൂ ഞാൻ ഒട്ടിക്കുന്നത്. ജസ്റ്റ് അതിൻ്റെ ഒരു ക്രോസ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ കോഡ് കൊണ്ട് ഫെവിക്കോള് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക. അപ്പോൾ തന്നെ അത് നന്നായിട്ട് ഒട്ടിക്കോളും. വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ തുന്നാനും സൂചി നൂലൊക്കെ എടുക്കാൻ നിൽക്കണ്ടേ. സൂചി നൂലൊക്കെ എടുക്കുമ്പോഴത്തേനും കുറേ ടൈം എടുക്കും. പിന്നെ വെറുതെ കഴിയുമ്പോൾ കുറേ പണിപ്പെട്ടിട്ട് എന്തിനാ വെറുതെ റിസ്ക് എടുക്കണം. അതൊക്കെ നല്ല എളുപ്പമുള്ള പരിപാടിയാണ് ഫെവിക്കോൾ. പെട്ടെന്ന് കാര്യം കഴിയുകയും ചെയ്യും. സിമ്പിൾ പരിപാടിയല്ലേ. അപ്പോൾ ഇതൊരു ഫോം ഷീറ്റാണ് കേട്ടോ. ഇതൊരു പർപ്പിൾ കളറാണ് ശരിക്ക്. ശരി, വീഡിയോയിൽ വന്നപ്പോൾ എന്തുകൊണ്ടോ അതൊരു ബ്ലൂ ആയിട്ടാണ് കാണുന്നത്. ശരിക്ക് ഇത് നല്ലൊരു പർപ്പിൾ കളറാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഒരു കളർ കണ്ടിട്ട് ഇഷ്ടമായപ്പോൾ ഞാനത് എടുത്തതാണ്. പക്ഷേ ഇതെൻ്റെ പാളിപ്പോയ ഒരു എന്താ സംഭവമായിരുന്നു കേട്ടോ. ഞാനിതിൽ ഒരു സ്റ്റെൻസിലൊക്കെ വെച്ചിട്ട് വൈറ്റ് പെയിന്റ് കൊടുത്തിട്ട് സെറ്റാക്കാന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതിൻ്റെ മേലെ എന്തെങ്കിലുമൊക്കെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ട് ജനൽ പോലെ ചെയ്യാം എന്നുള്ളത്. പക്ഷേ എവിടെ എന്തോ ഒരു തകരാറ് പറ്റിയിട്ടുണ്ടായിരുന്നു. പെയിന്റൊക്കെ അടിച്ചു, അസലായിട്ട് നല്ല അടിപൊളി സെറ്റൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് എടുത്തപ്പോഴാണ് ഇതിൻ്റെ ഒരു രസം ഞാൻ കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ ഫാനൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഉണങ്ങുകയൊക്കെ ചെയ്തിട്ടോ. പക്ഷേ ഇതെടുത്തപ്പോഴാണ് ഫുൾ കോമഡി ആയിരുന്നു. ഇത് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടിയില്ല. ഫസ്റ്റത്തെ പോർഷനൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഫുൾ എന്താ പറയുക പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം ഫെവിക്കോൾ എടുത്തു, മൊത്തത്തിലങ്ങട് ഒട്ടിച്ചു കൊടുത്തു. കവർ പേജ് അവസാനം ഉള്ളിലുള്ള പേജാക്കി മാറ്റിയെടുത്തു ഞാൻ. അല്ലാതെ വേറെ നിവർത്തിയില്ല. കാരണം വേറെ കളർ ഫോം ഷീറ്റ് ഇല്ല. ഈ കളർ മാത്രമേ ഉള്ളൂ. അത് പിന്നെ റിസ്ക് എടുക്കണ്ടല്ലോ. അതങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. പക്ഷെ ഒട്ടിച്ചപ്പോൾ നമ്മൾ കുറച്ച് ആ പെയിന്റ് ഒരുപാട് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് തോന്നുന്നു ആ എ4 ഷീറ്റ് അവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കീറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ജസ്റ്റ് ഒരു എന്താ പറയുക വാഷി ടേപ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലത് കാണുന്നുണ്ടായിരുന്നു. പിന്നെ അത് സാരമില്ല, നമുക്കല്ലേ, വേറെ ആർക്കുമില്ലല്ലോ. പിന്നെ ഫ്രണ്ട് പേജ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പണ്ടെപ്പോഴോ ചെയ്ത് വെച്ചൊരു ജാനലിൻ്റെ പർപ്പിൾ തീം എടുത്തിട്ട് അത് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഒരു ഗോൾഡൻ ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗോൾഡൻ കളറിലുള്ള ഒരു ബട്ടർഫ്ലൈയുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ക്ലിയർ സ്റ്റാമ്പാണ് കേട്ടോ. ഓൾറെഡി സ്റ്റാമ്പായി വരുന്നത് നമ്മൾ എടുത്തൊട്ടിക്കാൻ പറ്റും. ഇത് സ്റ്റിക്കേഴ്സാണ് തോന്നുന്നു. ശരിക്ക് സ്റ്റാമ്പാണോ എന്ന് എനിക്കറിയില്ല. കണ്ടപ്പോൾ എന്താണ് ശരിക്ക് സ്റ്റാമ്പുള്ള പോലെ തന്നെയാണ് കേട്ടോ. സ്റ്റാമ്പ് മറ്റേ സാധനം തന്നെയാണ്, മെഴുകില്ലേ ആ സാധനം തന്നെയാണ്. കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് അതൊക്കെ ഒന്ന് കുറച്ച് ക്യൂട്ടാക്കി എടുക്കാം. നമുക്കതല്ലേ മെയിൻ. ക്യൂട്ട്നെസ് അല്ലേ നമ്മുടെ മെയിൻ. സോ അതാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് മറ്റേ ജേണൽ എന്നൊന്ന് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ. ഇത് മറ്റേ ഇതാണ് സ്റ്റാമ്പാട്ടോ, ബ്ലാക്ക് കളറിലുള്ള സ്റ്റാമ്പാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അവിടെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താ ബെല്ലൈക്കൺ സംഭവങ്ങളൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ, സീ യു.